ഹായ് വെൽക്കം ടു ശ്രദ്ധ ലേണിംഗ് സൊല്യൂഷൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് സർക്കിളിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്താണ്, പാർട്സ് എന്താണെന്നൊക്കെ പഠിച്ചില്ലേ? അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണേ. കാരണം നമ്മൾ ഹയർ സെഷനിലോട്ടൊക്കെ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രോബ്ലംസ് മാത്രമേ നമ്മൾ പഠിക്കൂ. ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അന്നേരം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ കൃത്യമായിട്ട് ബേസിക്സ് ഒക്കെ പഠിച്ചിട്ട് കൃത്യമായിട്ട് പോകാം. ഇനി നമുക്ക് സർക്കിളിനെ പറ്റിയുള്ള കുറച്ചും കൂടെ അധികം ഡീറ്റെയിൽസ് പഠിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചല്ലോ, ഇവിടെ ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടെന്ന് പഠിച്ചല്ലോ. ഫിക്സ്ഡ് പോയിന്റിന്റെ പേരെന്താ? ഓർത്തിട്ട് പറഞ്ഞേ. അതെ, സെന്റർ. ഈ സെന്ററിൽ നിന്ന് നമ്മൾ രണ്ട് റേഡിയസ് വരയ്ക്കാൻ പോവാ. സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആ ഡിസ്റ്റൻസിന്റെ പേരെന്താ? റേഡിയസ്. ഞാൻ അത് രണ്ടെണ്ണം വരച്ചു. ഇപ്പൊ ഈ ഒരു പാർട്ട് ഇട്ടിട്ട് എന്ത് തോന്നുന്നു? പിസയുടെ ഒരു കഷ്ണം വെട്ടിയെടുത്തായിട്ട് തോന്നുന്നുണ്ടോ? അത് തന്നെ. നമ്മള് സെന്റർ മാർക്ക് ചെയ്തു, രണ്ട് റേഡിയസ് മാർക്ക് ചെയ്തു. ആ റേഡിയസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പാർട്ട് ഇങ്ങനെ എടുത്തു. മനസ്സിലായോ? ഇതിങ്ങനെ ഒരു പാർട്ട് എന്നിരിക്കത്തില്ലേ? ഈ പാർട്ടിന്റെ പേരാണ് സെക്ടർ. എന്താ പേര്? സെക്ടർ. നമ്മുടെ സർക്കിളിലെ സെന്റർ പ്ലസ് രണ്ട് റേഡിയസും കൂടെ വരുന്ന ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്ത ആ ഒരു പോർഷന് പറയുന്ന പേരാണ് എന്ത്? സെക്ടർ. ഞാനിപ്പോ ഈ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്ന ഈ പോർഷൻ മനസ്സിലാവുന്നോ? ഇനി ഇതിപ്പോ കുഞ്ഞു പാർട്ടല്ലേ? ഈ കുഞ്ഞു പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനർ സെക്ടർ. കുഞ്ഞു പാർട്ടിനെ നമ്മൾ മൈനർ സെക്ടർ എന്ന് പറയും. അപ്പൊ എല്ലാരും ഗസ് ചെയ്ത് കാണുമല്ലോ നെക്സ്റ്റ് പാർട്ട് എന്തായിരിക്കും? നെക്സ്റ്റ് പാർട്ട് എന്താ? അപ്പം മേജർ സെക്ടർ. മനസ്സിലാവുന്നോ? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എങ്ങനെയാണ് ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ പോർഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന് നെയിം കൊടുക്കുന്നത് എന്നുള്ളത്. ചെറിയ പാർട്ടിനെ മൈനർ സെക്ടർ എന്ന് വിളിക്കുന്നു, വലിയ പാർട്ടിനെ മേജർ സെക്ടർ എന്ന് വിളിക്കുന്നു. പഠിച്ചേ? ഇനി ഞാനൊരു കാര്യം വരയ്ക്കാൻ പോവാണ്. അതെന്താണെന്ന് ഗസ് ചെയ്തിട്ട് പറയണേ. ഗസ് ചെയ്യാല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയും. ഓക്കെ, ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു. ഈ ലൈനിന്റെ പേരെന്താ? ഈ ലൈനിന്റെ പേരാണ് കോഡ്. ഓക്കെ, ഈ കോഡ് വരച്ചപ്പോഴും എന്തോ സംഭവിച്ചു? ഇവര് രണ്ടുപേര്, സർക്കിള് രണ്ട് പാർട്സ് ആയില്ലേ? ഇതൊരു കുഞ്ഞു പാർട്ടും ഇതൊരു വലിയ പാർട്ടും ആയില്ലേ? ഇങ്ങനെയാണ്, കോഡ് കൊണ്ടാണ് നമ്മള് സർക്കിളിനെ പാർട്സ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് സെഗ്മെന്റ്. എന്താ ഇതിന്റെ പേര്? സെഗ്മെന്റ്. അപ്പൊ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുപോലെ ഇതിലും ഒന്ന് പറഞ്ഞേ, ചെറുതിനെ എന്തായിരിക്കും വിളിക്കുന്നത്? അത് തന്നെ, മൈനർ സെഗ്മെന്റ്. ചെറുതിന്റെ പേരാണ് മൈനർ സെഗ്മെന്റ്, വലുതിന്റെ പേരാണ് മേജർ സെഗ്മെന്റ്. മനസ്സിലാവുന്നോ? മേജർ സെക്ടർ അല്ല, മേജർ സെഗ്മെന്റ്. മനസ്സിലാവുന്നോ? എന്താണ് സെഗ്മെന്റ്, എന്താണ് സെക്ടർ എന്താന്ന് മനസ്സിലായ? രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളെ സെന്ററും അതുപോലെ റേഡിയസും തമ്മിൽ ഡിഫറെന്റ് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സെക്ടർ എന്ന് പറയുന്നു. ഒരു കോഡ് കൊണ്ട് മാത്രം നമ്മൾ അതിനെ പാർട്ട് ആക്കുവാണ്, നമ്മൾ അതിനെ എന്ത് പറയുന്നു? സെഗ്മെന്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ സർക്കിളിനകത്ത് പഠിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് സർക്കിളിന്റെ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായിരിക്കും സർക്കിളിന്റെ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റി ഇവിടെ നിന്ന് തുടങ്ങി, ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയാൽ കറങ്ങി തിരിഞ്ഞ് ആ പോയിന്റിൽ തന്നെ വന്ന് എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. ഇപ്പൊ ഞാൻ അവിടെ എൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ സർക്കിളിന്റെ ഒരു ചെറിയ പാർട്ടിനെ മാത്രം പറയുന്ന പേരാണ് ആർക്ക് ഓഫ് ദി സർക്കിൾ. അതിപ്പോ നോക്കിക്കേ, ഞാൻ ഇങ്ങ വരെ വന്നു, ഈ സർക്കിള് കംപ്ലീറ്റ് ആയില്ല. കംപ്ലീറ്റ് ആവുന്നതിന്റെ ഒരു തൊട്ട് മുന്നേ വരെ വന്നാൽ പോലും ഇതിന്റെ പേരെന്താ? ആർക്ക് എന്നാ. മനസ്സിലായോ? സർക്കിൾ കംപ്ലീറ്റ് ആയാൽ മാത്രമേ അതെന്താകത്തുള്ളൂ? സർക്കിൾ ആകത്തുള്ളൂ. കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു ചെറിയൊരു മുന്നേ വരെ ആണെങ്കിൽ പോലും അതിന്റെ പേരെന്താ? ആർക്ക് എന്നാ. മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. See you on the next video.